പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 20 ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങേക്ക് 1000 നന്ദി, ആരാധന. കർത്താവെ, ഈ ദിവസം അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളിലും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വചനം ധ്യാനിക്കാം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഉയർന്നു നിൽക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും എളിമയോടെ ഒതുങ്ങി മാറി നിന്ന സ്നാപകനെയാണ് ഇന്ന് വചനത്തിൽ നാം കണ്ടുമുട്ടുക. അവനെക്കുറിച്ച് ഈശോ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി: സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. കർത്താവെ, ഓരോ എളിമപ്പെടലും ജീവിതത്തിലെ ഉയർച്ചയാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.